നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രണ്ട് വീട്ടുകാരും കൂടി തീരുമാനിച്ചുറപ്പിച്ചൊരു കല്യാണം ഒരു സുപ്രഭാതത്തിൽ വേണ്ടെന്ന് വെക്കാൻ അയാൾ ആരാന്ന് അയാളുടെ വിചാരം? ഇത്രയും വലിയൊരു തെമ്മാടിത്തരം കാണിച്ചിട്ട് അയാളൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ആ വീട്ടിൽ ആരും ഇല്ലേ? അല്ല, അറിയാൻ മേലാതിന്റെ ചോദിക്കോ? ശ്രീ, കാര്യങ്ങൾ അറിയാതെ നീ ഇങ്ങനെ കത്തിക്കേറലടാ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട് ശ്രീ. മതി, ന്യായീകരിക്കാനുള്ള വരവാണെങ്കിൽ വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ അയാളുടെ ഭാര്യയല്ലേ സുമിതേച്ചി? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ചേച്ചി വിചാരിച്ച കഴിയില്ലായിരുന്നോ? സ്വന്തം അനിയത്തിയുടെ ജീവിതം ഇല്ലാതാവാൻ പോകുന്ന അതെങ്കിലും ഓർത്ത്. ഒന്നും ഞാൻ ഓർക്കാതെ അല്ല ശ്രീകുട്ട. എടാ ചേച്ചീനൊന്ന് മനസ്സിലാക്കടാ. ഞാൻ ഗിരിയുടെ പറഞ്ഞു നോക്കിയതാ പലതവണ. പിന്നെന്താ അയാൾക്ക് പറഞ്ഞാ മനസ്സിലാവാത്തെ? ഞാൻ പറഞ്ഞില്ലേ ശ്രീ, ഗിരിക്ക് ഗിരിയുടേതായിട്ടുള്ള ശക്തമായ കാരണങ്ങളുണ്ടാവും. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാൻ, അവളുടെ കല്യാണം മുടക്കാൻ ഒരു കാരണങ്ങളല്ല ചേച്ചി. എത്രയോ നാളൊരു കല്യാണം നടക്കാതെ ഇവിടെ ഇരുന്ന പുര നിറഞ്ഞിരുന്ന ചേച്ചിയെ പോലെ ഒരാൾ ഒരിക്കലും ഇതൊന്നും പറയരുതായിരുന്നു. നമ്മുടെ നന്ദുവിനോട് നിതീഷ് കാണിച്ചതാ ആദ്യത്തെ തെമ്മാടിത്തരം. അതിനയാളുടെ ഏട്ടൻ എന്ന നിലയില് ഗിരിധർ നമ്പ്യാർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല ചേച്ചി. കാര്യങ്ങൾ പരിഹരിക്കേണ്ട ആളായ ഗിരിധർ നമ്പ്യാര് അനിയന്റെ തെറ്റുകൾക്കൊക്കെ കുടപിടിച്ചു കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? എന്തടിസ്ഥാനത്തിലാ അയാൾ നന്ദുവിനോട് ഇങ്ങനൊരു അന്യായം കാണിക്കുന്നത്? ഭാര്യയും ഭർത്താവും കൂടി കാരണോണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് വ്യക്തമായി പറയാനുള്ള മര്യാദ കൂടി അയാൾ കാണിക്കണം. എല്ലാവരുടെ അടുത്തും തുറന്നു പറയാനില്ലല്ലോ മോനെ. ചേച്ചി സ്വന്തം ഭർത്താവിനെ ന്യായീകരിക്കാണ് ഇപ്പോഴും ചെയ്യുന്നത്. ചേച്ചിയുടെ കൂറ് മുഴുവൻ ഇപ്പോഴും ആ കുടുംബത്തിലാ. ഞങ്ങളൊക്കെ ചേച്ചിക്ക് ആരും വല്ലതായല്ലേ? ചേച്ചിക്ക് നമ്മുടെ കുടുംബത്തോടും സ്വന്തം അനിയത്തിയോടും ഒരു തരിമ്പെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി ഈ കല്യാണം നടത്തുകയല്ലേ ചേച്ചി വേണ്ടത്? അതല്ലാതെ സഹതാപത്തിന്റെ പോയ്മുഖം എടുത്തണിഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ എന്ന വ്യാജേന ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരികയല്ല വേണ്ടിയിരുന്നത്. ഗിരിധർ നമ്പ്യാരെ ന്യായീകരിച്ച് നിങ്ങൾ പറയാൻ കണക്കാക്കി കൊണ്ടുവന്ന കാര്യം ഇവിടെ ആർക്കും കേൾക്കണ്ട. ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരു ചേച്ചി എനിക്കുണ്ടായിരുന്നു. അവരെ പക്ഷേ പൂർണ്ണമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ പഴയ സുമിതേച്ചിയല്ല, ഞങ്ങളൊക്കെ വെറുത്തു കഴിഞ്ഞ മറ്റൊരാളാ. ഇങ്ങോട്ട് വന്നത് നിങ്ങൾ എന്റെ ചേച്ചിയോടോ ശത്രുവാണോ? മോളെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടണ്ട, എനിക്കൊന്ന് കേൾക്കാൻ വേണ്ട. നിങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഭർത്താവിന്റെയും അയാളുടെ അനിയന്റെയും ഭാഗത്തു നിന്നുള്ള ന്യായങ്ങളായിരിക്കും. എന്റെ ജീവിതം തകർന്ന നിങ്ങൾക്കൊരു ചുക്കുമില്ല. സ്വന്തം ജീവിതവും നിലനിൽപ്പും മാത്രം നോക്കുന്ന ഒരു അവസരവാദിയാണ് നിങ്ങള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തുറക്കാനാ പറഞ്ഞേ? എനിക്കിന്റെ ഫോൺ വേണം. ലിസൺ ടു മീ, ഓപ്പൺ ദി ഡോർ. തുറക്കാൻ, വാതിൽ തുറക്കാൻ. മിണ്ടാണ്ടിരിക്കണേ അവിടെ. എന്താടി ഫോണിങ്ങിട്ടാ?
ഈ ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിക്കും. അതുവരെ ഉണ്ടാവുമല്ല. കട്ടായോ? പറഞ്ഞ അനുസരിച്ചോളണം രണ്ടുപേരും. ചില്ല് പൊട്ടിയാ പിന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഓ ഈ ഹലോ ഹലോ, മറ്റേ നമ്പറിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തോണ്ടാട്ടോ ഈ ഫോണിലോട്ട് വിളിച്ചത്. ആരാ മനസ്സിലായില്ല? അപ്പോഴേക്കും എന്റെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സ്വരവും മറന്നു. അല്ല, എനിക്ക് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാ കേട്ടോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇയാളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർന്ന ദിവസമല്ലേ ഇന്ന്? ആ, ഏതാണ്ടൊക്കെ കഴിഞ്ഞു. ഇതെന്താ ഇങ്ങനെ തണുപ്പനായിട്ട്? തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയിട്ട് നടക്കാത്തോണ്ടാണോ? എന്നെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയെന്നോ? ആരോടാ ഇവൻ? അന്നത് നടന്നിരുന്നേൽ എന്റെ മോഹങ്ങളെല്ലാം പോവാണ് ഞാന്. കേട്ടിട്ടില്ലേ? നനഞ്ഞു നേരിയ സുവർണ നൂലിലെ അക്ഷരങ്ങൾ, അതിലെന്റെ മോഹങ്ങൾ. ആരാടാ നീ? ഞാൻ ബാലേന്ദ്രൻ. ഞാൻ ആരാണെന്ന് മനസ്സിലായോടാ നിനക്ക്? പത്മാവതി അമ്മ, നിങ്ങൾക്കല്ലേ ഇത്ര കൂറായിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ. ആഹാ, അപ്പൊ ഞാനാണെന്ന് അറിഞ്ഞു വെച്ചോണ്ടാണ് അല്ലേടാ ഇത്രയും വൃത്തിയോട് നീ എന്റെ അടുത്ത് പറഞ്ഞത്? അല്ല പത്മാവതി അമ്മേ, നിനക്കെന്നെ തട്ടിക്കൊണ്ട് പോണോ അല്ലേടാ? ഫോൺ ഇങ്ങ് തരാനാ പറഞ്ഞേ. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച തട്ടിക്കൊണ്ടുപോലും അങ്ങനെയല്ല. നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായടാ. അത് പിന്നെ ഞാൻ എടാ, നിനക്കുണ്ടല്ലോ നിന്റെ സൂക്കോട് ഞാൻ മതിയോടാ നിനക്ക്? ഓ മതി, തൃപ്തിയായി. ആ, എന്നാ ഫോൺ വെച്ചിട്ട് പോ. തേങ്ങി ഇനി ഒരു വർഷത്തേക്ക് ഫോൺ കൈ കൊണ്ട് തൊടണ്ട. അയ്യോ, ഇനി ഈ ഫോൺ എങ്ങാനും ബെല്ലടിച്ചാ ശരിയാക്കും ഞാൻ രണ്ടിനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വസുമതി, എന്താ എന്നെ കൊണ്ട് നിങ്ങളൊക്കെ കൂടി പറയിക്കുന്നതാ രാഘവേട്ടാ. അല്ല, ഇനി എഴുന്നേറ്റ് വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു പെണ്ണിന്റെ അടി ഉടുപ്പ് കഴുകി പിഴിഞ്ഞു വിരിക്കാൻ എന്തിനാ ഇവൻ എവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ? അമ്മേ, ഇവന് വേറൊരു കല്യാണ ആലോചനയായിട്ട് ഒന്ന് പെരുവന്താനം വരെ പോവാനിരുന്നതാ. അക്കാര്യം ഞാൻ ഇവനോട് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നതുവാ. വ്യാഴാഴ്ച ഓർമ്മയില്ലേ അർജുൻ നിനക്ക്? രാഘവേട്ടന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. ഇതെപ്പോ വേണമെങ്കിലും ആർക്കും സംഭവിക്കാം. ലോകത്തെ തനിക്ക് ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ ഓർമ്മയില്ലാതെ കിടന്നു പോയിന്ന് വരാം. പക്ഷേ അങ്ങനെ കിടക്കുമ്പോ തനിക്ക് ചുറ്റുമുള്ളവരുടെ പെരുമാറ്റം അനുസരിച്ചുള്ള സഹതാപമേ അവർക്ക് കിട്ടൂ. വസുമതി, അതിനിപ്പോ ഇവിടെ ആരെന്ത് ചെയ്തെന്നാ? ഒന്നും അറിയുന്നില്ല അല്ലേ രാഘവേട്ടാ? അവരെവിടെ? നിങ്ങളുടെ ഭാര്യ സത്യഭാമ. അല്ല, അവളൊരു ജോത്സ്യനെ കാണാൻ പോയിരിക്കുക, മഹേശ്വര തമ്പൂരിയെ. ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി പരിഹരിക്കാൻ വേണ്ടിയാ. ഈ വീട്ടിലെ ഏറ്റവും വലിയ ദോഷം സത്യഭാമ തന്നെയാ രാഘവേട്ടാ. നിങ്ങൾ അവളെ എടുത്തൊന്ന് കിണറ്റിലിട്. ഈ വീട് നാടൊക്കെ രക്ഷപ്പെടട്ടെ. എന്റെ പേരക്കുട്ടിയെ തെരുവിലേക്ക് ഇറക്കി വിട്ട മനസാക്ഷി ഇല്ലാത്തവളവള്. അതുവരെ ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. പ്രീതിയെ, ആ പാവം പെൺകുട്ടിയെ ഓർത്തായിരുന്നു എല്ലാം. എല്ലാം കലങ്ങി തെളിയൊന്നും ഭാമ സുസ്മിതയുടെ തനിനിറം തിരിച്ചറിയുന്നുമായിരുന്നു എന്റെ വിശ്വാസം. പക്ഷേ ഭാമ ഇപ്പോഴും അവളുടെ മകളെ അപകടപ്പെടുത്തിയ സുസ്മിതയുടെ കൂടെയാ. അവള് നന്നാവാനൊന്നും പോകുന്നില്ല.
ഇനി സ്വന്തം മകൾ എഴുന്നേറ്റ് വന്നാലും സുസ്മിത തലയ്ക്കൊരു അടി കൊടുത്ത് വീണ്ടും കോമയിലാക്കും. അപ്പോഴും സത്യഭാമ പൊന്നെ ചക്കരയെന്ന് പറഞ്ഞ് സുസ്മിതയെ കൂട്ടുപിടിച്ചോണ്ട് നടക്കും. അവളുടെ മണ്ടത്തരത്തിന് ഞാനും കൂടി അങ്ങ് കൊടപിടിച്ച് കൊടുക്കണോ രാഘവേട്ട? വസുമതി വിചാരിക്കുന്ന പോലൊന്നും അല്ല. രാഘവേട്ടന് പറയാൻ അങ്ങനെ പല ന്യായങ്ങളും കാണും. ഭാമ കൊടുത്ത മൊഴി ഒന്നുകൊണ്ട് മാത്ര സുസ്മിതയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. അല്ലെങ്കിൽ തക്കതായ ശിക്ഷ കിട്ടി അവളിപ്പോ അകത്ത് കിടന്നേനെ. അവളുടെ പിടിപ്പുകേടുകൊണ്ട് എന്റെ മകൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കേസിൽ തോറ്റു. ജീവിതം മാത്രമല്ല, കരിയർ കൂടി ഹോമിക്ക ഇവൻ, നിങ്ങളുടെ ഭാര്യയ്ക്കും മകൾക്കും ഒക്കെ വേണ്ടി. രോഹിത് ബലമായി പിടിച്ച് കൂട്ടിക്കൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ സത്യഭാമ സുസ്മിത ഇങ്ങോട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നേനെ. അപ്പോഴും ധൃതരാഷ്ട്രെ പോലെ നിങ്ങൾ ഈ ചക്ര കസേരയില് മിണ്ടാതിരിക്കുള്ളൂ രാഘവേട്ട. സത്യഭാമയും സുസ്മിതയും ഒക്കെ കൂടി നടത്തുന്ന കോമാളി നാടകം പിന്നെയും തുടരും. അത് നടക്കുമ്പോ കട്ടനടുത്ത് കുന്തവും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭടന്റെ വേഷം കെട്ടാനേ എന്റെ മകനെ വിട്ടുതരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് രാഘവേട്ട. ഒരു ചെറുപ്പക്കാരനാ ഇവൻ, ജീവിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. വസുമതി, ഞാൻ പറയുന്ന ഒന്നും കേൾക്കാനില്ല രാഘവേട്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനുയോജ്യമായ സ്ഥാനത്ത് മാത്രമേ നമ്മുടെ സാന്നിധ്യം അറിയിക്കാവൂ. അവഗണിക്കപ്പെടുന്നിടത്തുനിന്ന് എപ്പോഴും മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. നിന്നെ ഇങ്ങനൊരവസ്ഥ ഞാൻ കാണുന്ന ആദ്യമായിട്ടാ. ചേച്ചിക്കറിയാവുന്ന ആതിര ഇങ്ങനൊന്നും അല്ലായിരുന്നു. കേവലം ഒരാളുടെ അസാന്നിധ്യത്തിൽ തകരാനും മാത്രം ദുർബലയല്ല നീ എന്ന് എന്റെ വിശ്വാസം. സ്വന്തമായി നിലപാടുകളില്ലാതെ തീരുമാനങ്ങൾ എടുക്കാതെ ജീവിച്ച ആളാ നിന്റെ ചേച്ചി. പക്ഷെ ഇപ്പൊ പലതും ബോധ്യമാവുന്നുണ്ട്. നല്ലൊരു ജീവിതം, നല്ലൊരു കുടുംബം, ഇതൊക്കെ പറഞ്ഞ് എന്റെ കാര്യത്തിൽ എല്ലാവരും ഊറ്റം കൊള്ളുമ്പോഴും സങ്കടങ്ങളെല്ലാം ഒരു ചിരിക്ക് പിന്നിൽ ഒളിപ്പിച്ച് ഇരുട്ടിൽ തപ്പുന്ന ഒരു അർച്ചനയുണ്ട്. എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു അർച്ചന. നിന്റെ സ്നേഹം നിനക്ക് തന്നെ ബോധ്യമാവണമെന്നുള്ളതാ പ്രധാനം. ആ ബോധ്യം നിനക്കുണ്ടെങ്കിൽ ഈ ചേച്ചിയുണ്ട് നിന്റെ കൂടെ. സന്ദീപിന്റെ അസാന്നിധ്യം നിനക്ക് കണ്ണീരായി മാറുന്ന പോലെ അവനും അങ്ങനെയാണെങ്കിൽ മാത്രം ചേച്ചിയെ കൊണ്ടാവുന്ന വിധം ഞാൻ സഹായിക്കാം. പക്ഷെ ഒന്നുകൂടി ഞാൻ പറയാം, സന്ദീപിന് ഇതൊരു നേരം പോക്കിനുള്ള തമാശ മാത്രമാണെങ്കിൽ നീ ഇതിന്ന് പിന്മാറണം. സമ്മതാണോ നിനക്ക്? സമ്മതം. സന്ദീപിന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നല്ല ചേച്ചി പറയുന്ന പോലെ. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. നീ കേൾക്കാൻ ആഗ്രഹിക്കാത്തതാണ് അവൻ പറയുന്നതെങ്കിൽ നീ തകർന്നു പോകരുത്. നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു വേദനയാ, പ്രത്യേകിച്ചും സ്നേഹത്തിന്റെ കാര്യത്തില്. നിന്റെ സ്നേഹം ആർക്കും ഒരു വേദനയാവരുത്. എന്റെ അബദ്ധങ്ങളൊന്നും നിന്നിലേക്ക് വരാതിരിക്കാനാ ഞാനിതൊക്കെ പറയുന്നത്. ചേച്ചി, സന്ദീപിനെ നിനക്ക് കിട്ടൂല്ലെന്നൊന്നും എനിക്കറിയില്ല. അറിയാവുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇഷ്ടം, വിവാഹം, ഇതിനേക്കാളൊക്കെ വലുത് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാ. നീ സ്വപ്നങ്ങൾ കാണേണ്ടത് മറ്റുള്ളവരുടെ ചെലവിലാവരുത്. പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പോ നീ പറയുന്നൊക്കെ കേൾക്കാൻ
എല്ലാവരും ഉണ്ടാവും. നിന്റെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവും. ഈ പ്രായത്തിനിടയ്ക്ക് ചേച്ചി പഠിച്ച വലിയൊരു പാഠം അത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ മോളെ, എന്നാലും നീ ഇത് ചെയ്തല്ലോ. എന്തിനാ മോളെ നീ ഈ കടുങ്കൈ ചെയ്തേ? നീ മരിച്ചുപോയാ പിന്നെ എനിക്ക് ആരുണ്ട്? നാത്തൂനെ, എന്തൊക്കെ പറയുന്നേ? എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല ആന്റി. നീ എന്തിനാ അങ്ങനെ ചെയ്തത്? ഇങ്ങനെ ചെയ്യാൻ മാത്രം നിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ മഹേട്ടനോട് മാപ്പ് ചോദിച്ചിട്ടും എന്നോട് ക്ഷമിച്ചില്ലല്ലോ. മഹേട്ടൻ എന്നോട് വെറുപ്പായോന്ന് തോന്നി എനിക്ക്. മഹേട്ടൻ എന്നെ വെറുത്ത പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എനിക്ക് മരിച്ചാ മതിയെന്ന് തോന്നിയപ്പോ പറ മഹേട്ട, മഹേട്ടൻ എന്നോട് വെറുപ്പാണോ? എനിക്ക് ആരോടും വെറുപ്പില്ല. എന്നോടാണല്ലോ വെറുപ്പ്, എന്റെ മോൾക്ക് പോലും. നീ ഇപ്പൊ ചെയ്തിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിക്കരുത്. നീ റെസ്റ്റ് എടുക്ക. നീ ഇങ്ങനെ ഒരു അവിവേകം കാണിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതല്പം കടന്നുപോയി. നിന്നോട് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നില്ല, വീട്ടിലെത്തട്ടെ, അപ്പൊ പറയാം. എന്റെ മോളെ, നീ എന്ത് മണ്ടത്തരയെ കാണിച്ചത്? ഞാനിപ്പോ പറഞ്ഞു മരിച്ചു പോയിരുന്നെങ്കിലോ? ഇതൊക്കെ ചെയ്യും മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചുകൂടായിരുന്നു നിനക്ക്? വെയിൻ കട്ടിയാണെന്ന് വിചാരിച്ച് ചെയ്തതല്ല അമ്മ. അപ്പോഴത്തെ മാനസികാവസ്ഥയില് മനസ്സ് കൈവിട്ടുപോയി. വലിയൊരു അപകടത്തിൽ നിന്നാ നീ രക്ഷപ്പെട്ടത്. നീ ഇങ്ങനെ തുടങ്ങിയ എന്താവും നിന്റെ ജീവിതം? മഹേട്ടൻ എന്നോട് വെറുപ്പ് തോന്നുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല അമ്മ. മഹേട്ടനെ നഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമുള്ള? മഹേട്ടനെ സ്വന്തമാക്കാൻ ഞാൻ എന്തും ചെയ്യും. അന്ന് ഗൗരി മഹേട്ടനെ തട്ടിയെടുത്തു. അവളിന്ന് ഈ ലോകത്ത് ജീവനോടെ ഇല്ലല്ലോ. ഇനി ആരെങ്കിലും മഹേട്ടനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാ എനിക്കത് സഹിക്കാനാവില്ല. മഹേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മഹേട്ടൻ എന്റേതാ, എന്റേത് മാത്രം. നീ പറയുന്നതെല്ലാം അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. ഇതെല്ലാം ആ കുട്ടി പിശാച് കാരണമല്ലേ നടന്നത്? എന്നിട്ട് അവക്കെന്താ? നിനക്കല്ലേ പ്രശ്നമായത്? നീ ഹോസ്പിറ്റലിലായി. നിന്നെ ഈ സ്ഥിതിയിലാക്കിയിട്ട് അവളവിടെ സുഖിച്ചിരിക്കുക. മാളൂനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ തിരിച്ചു ചെല്ലട്ടെ, അവളെ ഞാനൊരു ഒതുക്കും. ആ വീട്ടിനകത്ത് വെച്ച് മാളുനെ നീ തൊട്ട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. അവളെ എന്തെങ്കിലും ചെയ്താ ഗൗരി നമ്മളെ കൊല്ലും. അതുകൊണ്ട് മാളുനെ നീ എന്തെങ്കിലും ചെയ്യുന്നത് ആലോചിച്ചു വേണം. അവളെ ശരിപ്പെടുത്തണം. അത് ബുദ്ധിപൂർവ്വം ആലോചിച്ചേ ചെയ്യാവൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താമോ? നമുക്ക് ചേച്ചിയും കൊണ്ട് സിദ്ധിമുത്തി ഒന്ന് കാണാൻ പോവാം. ഒരുപാട് നാട്ടുമരുന്നുകളൊക്കെ സിദ്ധിമുത്തിക്ക് അറിയാം. അമ്മ, ആരാ സിദ്ധിമുത്തി? നാട്ടുവൈദ്യമൊക്കെ അറിയാവുന്ന സ്ത്രീയാണോ? എന്റെ നാട്ടിലെ സിദ്ധിമുത്തിയുടെ വീട്. ഇപ്പോ കുറച്ച് പ്രായികയായി.
പെരുവണ്ണാപുരത്തമ്മ സിദ്ധിമുത്തിക്ക് ദർശനം കൊടുത്തിട്ടുണ്ടെന്നാ നാട്ടുകാരൊക്കെ പറയാറ്. സിദ്ധിമുത്തിയോട് അത് ചോദിച്ചാ ചിരിച്ചു കാട്ടും. അച്ഛൻ ചേച്ചിക്ക് വേണ്ടി അഭിഷ്ടസിദ്ധി പൂജ നടത്തിയതല്ലേ. അച്ഛന്റെ ആഗ്രഹം സഫലമാവുന്ന ദേവി സൂചനയും തന്നു. പ്രാർത്ഥിച്ച ഫലിക്കുന്നതാണെങ്കിൽ പെരുവണ്ണാപുരത്തമ്മ അത് കണ്ണിന് കാണിച്ചു തരും. നട തുറന്ന അടയ്ക്കുന്നത് വരെ സിദ്ധിമുത്തി ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ കാണും. അത്രയ്ക്കും ദേവികടാക്ഷം അവർക്കുണ്ട്. എന്റെ അമ്മു, അമേരിക്കയിലെ ഡോക്ടേഴ്സ് നോക്കിയിട്ട് കഴിയാത്ത കാര്യം എങ്ങനെയാ ഒരു നാട്ടും പുറത്ത് മുത്തശ്ശിയെ കൊണ്ട് സാധിക്കുന്നത്? നിനക്ക് ദേവിയിലും ആ മുത്തശ്ശിയിലും ഉള്ള വിശ്വാസം കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. കഷായം കുടിച്ചാലും കുഴമ്പും തൈലവും പൂശിയാലും എന്റെ കാലുകൾക്ക് ചലനശേഷി ഉണ്ടാവില്ല. അതിനുള്ള മരുന്നുകളൊന്നും നാട്ടിൻ പുറത്ത് കിട്ടാനും പോകുന്നില്ല. ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ലല്ലേ? ആ വിശ്വാസം പോരല്ലോ അമ്മു എന്റെ പ്രശ്നത്തിന് പരിഹാരമാവാൻ. അമ്മ പറഞ്ഞ സിദ്ധിമുത്തിയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതായി ഞാൻ ഓർക്കുന്നു. കാവി ധരിച്ച് രുദ്രാക്ഷം അണിഞ്ഞ പല്ലില് കറുപ്പ് ബാധിച്ച ഒരു സ്ത്രീയല്ലേ? അതെ അച്ഛാ. അഭീഷ്ടസിദ്ധി പൂജയ്ക്കൊപ്പം നമുക്ക് തരുന്ന പ്രസാദം ചുവന്ന പൂക്കളാണെങ്കിൽ പ്രാർത്ഥിച്ച ആഗ്രഹം സഫലമാകും. വെള്ള പൂക്കളാണെങ്കിൽ നമ്മുടെ ആഗ്രഹം നടക്കില്ല. അവരാ അഭിഷ്ടസിദ്ധി പൂജയുടെ ഫലത്തെപ്പറ്റി എന്നോട് പറഞ്ഞത്. കേട്ടില്ലേ? ദേവിയായിട്ട് അച്ഛന്റെ മുന്നിലേക്ക് സിദ്ധിമുത്തിയെ ഒന്ന് കൊണ്ടുവന്നത്. ഞാൻ പറയുന്നത് ചേച്ചി ഒന്ന് വിശ്വസിക്ക്. അമ്മ ഇങ്ങനൊക്കെ പറയുന്നത് കേട്ടപ്പോ എനിക്കൊരു വിശ്വാസമൊക്കെ തോന്നുന്നു. നമുക്ക് മോളെയും കൊണ്ട് അങ്ങോട്ട് പോയാലോ പ്രഭേ? നിങ്ങൾ പൊക്കും, പക്ഷെ എന്നെ കൂട്ടാൻ നിൽക്കണ്ട. തൈലത്തിന്റെ ഗന്ധം ശ്വസിച്ചാൽ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും. പിന്നെ ഞാൻ ദേഹത്ത് വാരി പുരട്ടുന്നത്. നാട്ടു ചികിത്സയ്ക്ക് പരിമിതികളുണ്ട്. സർജറി നടത്താനോ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനോ നാട്ടുവൈദ്യന്മാർക്ക് കഴിയും. അമ്മ അതെന്താ ആലോചിക്കാത്തെ? നീ ഇതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഞാനിനി ഇത്തരം പരീക്ഷണങ്ങൾക്കില്ല. ഡോക്ടർ പറഞ്ഞത് എന്തോ അത് നടക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഹിക്കാനല്ലാതെ നമുക്ക് എന്തിനു കഴിയും? എന്റെ ജീവിതത്തിൽ എന്തു വന്നാലും ഞാൻ സഹിക്കും. പക്ഷേ ഇതെനിക്ക് കഴിയില്ല. സ്ത്രീക്കുട്ടിക്ക് കാലുകളില്ലെങ്കിൽ പോലും സഞ്ജു അവളെ സ്വീകരിക്കും. അതിനുള്ള മനസ്സ് അവനുണ്ട്. സഞ്ജു അതിന് തയ്യാറാവുമെന്ന് എനിക്കറിയാം. പക്ഷേ സ്വാതി സഞ്ജുവിന്റെ ആഗ്രഹത്തിന് വഴങ്ങി കൊടുക്കില്ല. അവന്റെ ജീവിതം ഇല്ലാതാക്കാൻ അവള് തയ്യാറാവില്ല. അങ്ങളെ, ഈ കുടുംബത്തിനൊരു അനന്തരാവകാശി വേണമെന്ന് സ്വാതിക്കറിയാം. അതിനുവേണ്ടി കവിതപ്പച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. സഞ്ജുവിന്റെ കൂടെ ജീവിക്കാൻ ഇനി മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ പോലും സ്വാതി അതിന് തയ്യാറാവില്ല. കുറ്റബോധമാവും അവൾക്കുണ്ടാവാൻ പോകുന്നത്. സഞ്ജു അമ്മുവിന്റെ കഴുത്തിൽ താലികെട്ടിയ വിവരം ഇപ്പോഴും പ്രബേട്ടൻ പുറത്തുവിടാതെ മൂടി വെച്ചിട്ട് സഞ്ജു അമ്മുവിനെ സ്വീകരിക്കാനാണ് പറഞ്ഞത്. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. അതിപ്പോഴല്ലേ പറയേണ്ടത്? അത് പറഞ്ഞ കുടുംബത്തിൽ തകർച്ച സംഭവിക്കുമെന്ന് പ്രമേയങ്ങളെ അറിയാം. ഈ കുടുംബത്തിന് നല്ലത് വരാൻ മാത്രമേ പ്രമേയങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. സഞ്ജുവിന്റെ അമ്മുവിന്റെ വിവാഹക്കാര്യം അങ്കിൾ പറയാതെ തന്നെ അവരുടെ വിവാഹം നടന്നു കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിനോളം വലിയ മനസ്സ് വേറെ എന്തുണ്ട്? അതും ശരിയാ. അമ്മു വഞ്ചകിയല്ലെന്ന്
ഒരിക്കൽ കൂടി പ്രബേട്ടന്റെ മുന്നിൽ തെളിയിച്ചു കൊടുത്തില്ലേ? അവളുടെ നിരപരാധിത്വവും ഈ കുടുംബത്തോടുള്ള സ്നേഹവും പ്രബേട്ടന് ബോധ്യമാവുകയും ചെയ്തു. ഇനിയൊരു പ്രതീക്ഷയുമില്ല. മിക്കവാറും ഉടനെ തന്നെ പ്രഭയങ്ങളും കുടുംബം ഇവിടുന്ന് പോകും. അങ്ങനെയാണെങ്കിൽ സ്വാതിക്കൊപ്പം അമ്മവും പോവും. അതോടെ ഈ കുടുംബത്തിന്റെ എല്ലാ സന്തോഷവും ഇല്ലാതാവും. ആരും പരസ്പരം സംസാരിക്കാതാവും. മംഗലശ്ശേരിയിൽ പിന്നീട് ഇരുട്ട് മാത്രമാവും. നീ നോക്കിക്കോ. സഞ്ജനയുടെ കാര്യം പറഞ്ഞ് ശ്രീകുട്ടി വീണ്ടും സഞ്ജുവിനെ വിടാതെ പിന്തുടരും. സഞ്ജന ഇപ്പോഴും ഇവിടെ കഴിയുന്നത് സഞ്ജുവിനെ സ്വന്തമാക്കാനാ. അതെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. സ്നേഹിച്ച പെണ്ണും താലി കെട്ടിയ പെണ്ണുമല്ല സഞ്ജുവിന് ദൈവം വിധിച്ചതെങ്കിലോ അത് മറ്റൊരു പെണ്ണാണെങ്കിൽ അത് സഞ്ജന തന്നെയായിരിക്കും. നമ്പീശ, എന്താ മോളെ? സഞ്ജന വന്നോ? മോള് വന്നല്ലോ. എന്നിട്ട് റൂമിൽ പോയോ? എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാ തോന്നുന്നേ. മുഖം വീർപ്പിച്ച കേറിപ്പോയത്. നമ്പീശൻ കാരണം എന്താന്ന് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചതാ മോളെ, പക്ഷേ മറുപടി ഒന്നും പറയാതെ ഒറ്റ പോക്കായിരുന്നു. എന്താ മോളെ? കവിത എന്നെ വിളിച്ചിരുന്നു. ആ സഞ്ജു എന്റെ മോളെ നാണം കെടുത്തി വിട്ടു. അവൻ വിളിച്ചിട്ടൊന്നുമല്ല അവള് മംഗലശ്ശേരിയിലേക്ക് പോയത്. ഞാനത് ഊഹിച്ചതല്ലേ. എന്ത് ചെയ്യാം, എന്റെ ഒരേ ഒരു മകളാ. അവൾ ഇങ്ങനെയായ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഇനി ഞാൻ ചെന്ന് വിളിച്ചാൽ പോലും അവള് വാതിൽ തുറക്കാൻ പോകുന്നില്ല. അല്ല, ഏതിനും മോളെ എന്നൊന്ന് സമാധാനിപ്പിക്കേ. അവൾ ആഗ്രഹിക്കുന്ന വഴിക്കൊന്നും കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ലെന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയും കാലം അമ്മയെന്ന് വിളിച്ച നാവ് കൊണ്ട് പച്ച തെറി വിളിച്ചിട്ട് അവൻ എന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കും. ചേച്ചി, ചേച്ചിയുടെ കൂർമ്മ ബുദ്ധി വെച്ച് ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ കാര്യങ്ങൾക്കും ഒരു വഴി തെളിയുന്നേ. ഞാൻ അപ്പോഴേക്ക് എന്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ജാസ്മിൻ, നിനക്കെന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ തെളിവുകളും ഇപ്പൊ അരവിന്ദിന്റെ കയ്യിലുണ്ട്. അയാൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെട്ടേ പറ്റൂ ജാസ്മിൻ. വിശാലിന്റെ സ്വത്ത് മോഹിച്ച് വന്നിട്ട് കിട്ടുന്നത് ഗോതമ്പുണ്ടാവരുത്. നിന്റെ ഈ കയ്യില് വിലങ്ങ് വീണത് കൊണ്ടൊന്നും ആ പാർവതി ഒന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുകയും ചെയ്യും. പിന്നെ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നായിരിക്കും. പാർവതി കൈവച്ച ഗാർഗയും രാധികയും എല്ലാം പിന്നെ കൈവച്ചു തുടങ്ങും. നിന്നെ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കാൻ പോകുന്നത് ആരാണെന്നറിയോ? സുശീലാന്റിയാ. സുശീലാന്റി ഇത്രയും കാലം നിന്റെ കൂടെ നിന്നതേ പാർവതി വിശാലിന് ചേർന്ന ഭാര്യയല്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാ. അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, വിശാലിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിന്നേ എന്ന് അർത്ഥം. വിശാലിനെ നീ കൊല്ലാൻ നോക്കിയത് അവരറിഞ്ഞാലേ പാർവതിയും ഗാർഗിയും ചെയ്യുന്നത് പോലെ നിന്നെ തല്ലുകയല്ല ആന്റി ചെയ്യുന്നത്, കൊല്ലും. കൊന്ന് കത്തിച്ചു കളയും. അതുകൊണ്ടാ പറയുന്നത്, അരവിന്ദൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് മുങ്ങണം. നമ്മൾ എങ്ങോട്ട് പോവും? അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ആദ്യം നീ എടുക്കാനുള്ളതൊക്കെ എടുത്തോണ്ട് എന്റെ കൂടെ വന്നേ. നമ്മൾ എവിടെ പോയാലും അയാൾ അവിടെ എത്തും. കൊലപാതക ശ്രമമോ നമ്മുടെ പേരിലുള്ള കുറ്റം. ശ്രമം മാത്രമല്ല, കൊലപാതകവും. ഇതൊരു ചെറിയ കേസല്ല.
പ്രതികള് മുങ്ങി അതുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാന്നൊക്കെ പോലീസ് പറയൂ. അക്ഷരാർത്ഥത്തിൽ നമ്മൾ കുടുങ്ങിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ പിടികൊടുക്കണമെന്നാണോ? പിടികൊടുക്കാനോ? ഈ ജാസ്മിനോ? ഇവിടെ നിന്നുകൊണ്ട് ഞാനങ്ങ് പൊരുതും. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും ജാസ്മിൻ? എനിക്കേ പലതും ചെയ്യാൻ കഴിയും. ഏട്ടൻ കണ്ടോ, വിശാലിന്റെ സ്വത്ത് മോഹിച്ച വന്ന് എനിക്ക് ആ സ്വത്ത് തന്നെ കിട്ടണം. ഗോതമ്പുണ്ട പോരാ, സുശീലാന്റിയുടെ ഗുഡ് ബുക്കിൽ തന്നെ എനിക്ക് തുടരണം. പക്ഷേ എങ്ങനെ? പല കളികളും കളിച്ചിട്ടല്ലേ നമ്മൾ ഇവിടം വരെ എത്തിയത്. പ്ലാൻ എ കഴിഞ്ഞ പ്ലാൻ ബി. നമ്മൾ അടുത്ത കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഏട്ടാ. ഏട്ടൻ പേടിക്കാതിരിക്കേ. പോലീസും പട്ടാളവും കൂട്ടത്തോടെ വന്നാലും നമ്മൾ ചങ്കുറപ്പോടെ തന്നെ അവരെ നേരിടും. പ്ലാൻ ബി എന്താണെന്ന് ഏട്ടൻ നോക്കിക്കോ. പക്ഷേ അപ്പ ഏട്ടൻ ഞെട്ടരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതിക്ക് നേരെ ചൂണ്ടാൻ കുറേ വിരലുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. എന്നാൽ ഒരു സോളിഡ് എവിഡൻസുമായി ഞാൻ വന്നപ്പോ അവർക്കെല്ലാം ജാസ്മിന് നേരെ വിരൽ ചൂണ്ടാൻ മടി. വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം. അതിനു മുമ്പ് ഈ കൃത്യത്തിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോന്ന് കൂടി അറിയണമല്ലോ. പ്രതി പാർവതിയാണെന്ന് സ്ഥാപിക്കാൻ പ്രതാപം ഒരുപാടങ്ങ് പരിശ്രമിച്ചു. അല്ലേ പ്രതാപ? അയ്യോ സാറേ, ഞാനങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല. കള്ളം പറയല്ലേ പ്രതാപൻ സാറേ. സാറ് പരിശ്രമിച്ചിരുന്നു. പാർവതിയെ ഞാൻ വഴിവിട്ട് സഹായിച്ചുവെന്ന് പ്രതാപൻ DYSP സാറിനോട് പോയി പറഞ്ഞു. ഞാൻ അന്വേഷിച്ചാൽ പ്രതി രക്ഷപ്പെട്ടു പോകുന്ന സാറിനെയും വിശ്വസിപ്പിച്ച് അന്വേഷണ ചുമതലയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തണമെന്ന് പ്രതാപൻ റിക്വസ്റ്റ് ചെയ്തു. അത് ശരിയാ, നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയത്. എനിക്ക് മുഖ്യം വിശാല. അവനൊരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല. അതിലൊന്നും എനിക്ക് യാതൊരു പരിഭവവും ഇല്ല പ്രതാപ. പക്ഷെ ഒരു സംശയം ചോദിക്കട്ടെ. ജാസ്മിനെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം പാർവതിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് പ്രതാപൻ കൂട്ടുപ്രതിയാവാതിരിക്കാൻ വേണ്ടിയല്ലേ? സാർ എന്തൊക്കെയാ പറയുന്നേ? വിശാലിനെ കൊല്ലാൻ നോക്കിയതിൽ എനിക്ക് പങ്കുണ്ടെന്നാണോ സാർ സ്ഥാപിക്കാൻ നോക്കുന്നത്? ഞാനെന്തിനാ വിശാലിനെ കൊല്ലുന്നേ? അതാണ് എനിക്കും അറിയേണ്ടത്. ചാൻലിയാർ തലയിൽ വീഴ്ത്തി വിശാലിനെ കൊല്ലാൻ പ്രതാപൻ ശ്രമിച്ചിട്ടില്ലേ? അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് എനിക്കറിയേണ്ടത്. മിസ്റ്റർ അരവിന്ദൻ, പാർവതിക്കെതിരെ ശബ്ദിക്കുന്ന എല്ലാവരെയും ഒരു കേസിൽ കുടുക്കി അകത്താക്കാൻ വേണ്ടിയാണോ സാർ ഈ ഫയലും മേക്കപ്പ് കിറ്റും ഒക്കെ താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്? പ്രതാപം കഴിഞ്ഞാൽ അടുത്ത ഊഴം പ്രഭാവതിയാണെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഈ കോപ്രായം കാണിക്കുന്നത്? കൂട്ടുപ്രതിയെ തിരിച്ചറിയാൻ ഇങ്ങനെ നിരത്തി നിർത്തി പ്രതിയെ ചോദ്യം ചെയ്യണമെന്നില്ല. കുറ്റകൃത്യത്തിൽ മറ്റാർക്കൊക്കെ പങ്കുണ്ടെന്ന് പ്രതിയെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി. അതാണ് പോലീസിന്റെ രീതിയും. നീ തന്നെ പറയും. പൂക്കളിൽ സ്പ്രേ ചെയ്ത സ്ലോ പോയിസൺ നീ എവിടെ നിന്നാണ് സംഘടിപ്പിച്ചത്? അതിന് നിന്നെ ആരാണ് സഹായിച്ചത്? ഇവരൊക്കെ ഉണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്.
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വാസുവേട്ടന് ഇടയ്ക്ക് എനിക്ക് തരാറുണ്ടായിരുന്ന ചെറിയ തുകകളൊക്കെ കൂടി ഞാൻ ശേഖരിച്ചു വെച്ചിരുന്നത് ആ ജയന്തിയുടെ കണ്ണിൽ പെടാതെ ഇതുപോലൊരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി. വാസുവേട്ടന് ഈ തുക അഖിൽമോന്റെ കയ്യിൽ കൊടുക്കണം. ഇല്ല ദേവകി, ഈ പണം നീ തന്നെ കൊടുത്താൽ മതി. ഇത് കൊടുക്കാനുള്ള അർഹത നിനക്ക് തന്നെയാ. വാസുവേട്ടൻ എന്തീ പറയുന്നേ? ഇത് വാസുവേട്ടന്റെ തന്നെ പണ. ഞാൻ ഇത് സൂക്ഷിച്ചിരുന്നേ ഉള്ളൂ. ഇത് വാസുവേട്ടൻ വേണം കൊടുക്കാൻ. എതിർത്തൊന്നും പറയരുത്. സത്യം പറഞ്ഞ എന്റെ മനസ്സ് എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മുടെ മോള് വലിയൊരു സ്ഥാനത്തെത്തി. ഇപ്പതാ അകന്നു നിന്ന വസുന്ധരാമ അവളെ അംഗീകരിക്കുകയും ചെയ്തു. നമ്മുടെ മോളെ അവൾ ആരാധിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെയൊന്നും കൈവിട്ട് കളയില്ല ദേവകി. അല്ല, അരവിന്ദനും ജയന്തിയൊക്കെ റെഡിയായോ? അവര് റെഡിയാവുന്നേ ഉള്ളൂ. നീ റെഡിയായോ? ജയന്തി എന്തിയടാ? ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ നോക്കട്ടെ. പെട്ടെന്ന് റെഡിയാ, പോവാം, സമയമായി. വാ ദേവകി, നമുക്ക് റെഡിയാവും. നീ എന്താ റെഡിയാവുന്നില്ലേ? ഇനി അരവിന്ദേട്ടൻ എത്ര തലകുത്തി മറിഞ്ഞാലും ശരി, ഞാൻ ഈ കല്യാണത്തിന് വരാൻ പോകുന്നില്ല. കല്യാണം അല്ലല്ലോ, ശാന്തി മുഹൂർത്തം അല്ലേ. ശാന്തി മുഹൂർത്തത്തിനെ അച്ഛനും മക്കളും കൂടി അങ്ങ് പോയാ മതി. മരുമകള് വരുന്ന പ്രശ്നമേ ഇല്ല. ജയന്തി, നീ ആ പഴയ ദേഷ്യം വെച്ച് വിലപേശേണ്ട സമയമല്ല ഇത്. എടി, നീ പെട്ടെന്ന് റെഡിയായേ. നീ വന്നില്ലെങ്കിൽ അവിടെ എല്ലാരും ചോദിക്കും. അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് കാര്യം. അവിടെ എല്ലാവരും ചോദിക്കും. അപ്പൊ എഴുന്നള്ളിപ്പിന് ആനയെ നിർത്തുന്ന പോലെ ആളെ കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ വേണം അല്ലേ? എനിക്കേ സൗകര്യമില്ല. നിങ്ങൾ 4 പേരും കൂടി അങ്ങ് പോയാ മതി. ആൾക്കാർ ചോദിക്കുമ്പോ എന്തേലും കള്ളം കൈന്നിട്ട് പറഞ്ഞാ മതി. അല്ല, കള്ളം പറയാൻ വിദഗ്ധനാണല്ലോ. ജയന്തി, നോക്ക്, നല്ലൊരു ദിവസം നീ ആയിട്ട് അലങ്കോലമാക്കരുത്. നീ വന്നേ പറ്റൂ. ഇങ്ങനൊരു ദിവസം വരുമെന്നേ നിങ്ങളുടെ അനിയത്തി ഓർക്കണായിരുന്നു. അന്ന് ഞാൻ 2 ദിവസം അവിടെ നിന്നപ്പോ എന്നെ ഓടിച്ചവിടാൻ എന്തൊരു ധൃതിയായിരുന്നു അവക്ക്. ജയന്തി, കഴിഞ്ഞതൊക്കെ പോട്ടെ. നീ വന്നേ പ്ലീസ്. ഞാൻ അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വരുന്നു. എന്ത് വേണോ ചെയ്യൂ അല്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്ക് മുമ്പൊരിക്കലും വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ ആ കമ്മല്, കല്ല് വെച്ച കമ്മല്, അത് വാങ്ങിത്തരണോ എനിക്ക്? ജയന്തി, നീ എന്നെ പരീക്ഷിക്കാതെ. ആ കമ്മല് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ഒന്നും എന്റെ കയ്യിലില്ല. ഓഫീസിൽ നിന്ന് ആരോടെങ്കിലും കടം വാങ്ങിക്കൂടെ? അല്ലെങ്കിൽ ഒരു ചിട്ടിക്ക് ചേർന്നിട്ടുണ്ടല്ലോ, ആ ചിട്ടി അങ്ങ് പിടിച്ചാ പോരെ. ഇനി ചിട്ടി ആയാലും ശരി, പാട്ടോ ആയാലും ശരി, കമ്മല് വാങ്ങാമോ? ഞാൻ കല്യാണത്തിന് വരാം. ശരി, ഞാൻ വാങ്ങിത്തരാം. ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയെങ്കിലും ഞാൻ വാങ്ങിത്തരാം. ഉറപ്പാണോ? ഉറപ്പ്. ദേ അരവിന്ദേട്ടാ, അരവിന്ദേട്ടനെ കൊണ്ടേ കാശ് ചെലവാക്കിക്കാനല്ല ഞാൻ കമ്മല് വാങ്ങിത്തരാൻ പറഞ്ഞത്. ശ്യാമയോട് എനിക്ക് തോക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. എന്താ ഏതാന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നീ വേറെ റെഡിയാവോ നോക്ക്. ചൂടാവാതെ അരവിന്ദേട്ടാ, വാ വാ. എന്റെ അമ്മയുടെ ചിമിക്ക് കമ്മൽ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമൃതേ, 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 അമൃതേടത്തി. ഏട്ടാ, എന്തായി? ഇല്ലടാ, ഇവിടെ കാണുന്നില്ല. നമുക്ക് നോക്കാം. അമൃതേടത്തി, എടുത്തി സാർ എവിടെ പോയി തരയും? മോളെ, അമൃത മോളെ നോക്കണ്ടേ? എന്തിന്? ചുമ്മാ. മോളെ, അമൃത മോളെ, എങ്ങനെയുണ്ട് മോളെ? അമൃതേടത്തി, അമൃതേടത്തി, നമുക്ക് നോക്കാം. ടെൻഷൻ ആവാതെ വാ. അമൃതേടത്തി. ഏട്ടാ, അവിടെ ഒന്നും കാണുന്നില്ല. മോളെ, മോളെ,
ആനന്ദേട്ടാ, എനിക്ക് വയ്യ. എന്നാലും ഈ ദിവസം തന്നെ അമൃത എന്താ ഈ കാണിച്ച്? അവിടെ കാണുന്നില്ല. ശ്യാമയായിട്ട് അവക്ക് എന്താ പ്രശ്നം? സമാധാനായിട്ടിരിക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. പിള്ളേരെന്തായാലും നോക്കാൻ പോയിട്ടുണ്ടല്ലോ. അമ്മേ, അച്ഛാ, അവിടെ ഒന്നും ഇല്ല. എവിടെ പോയി? ഈ കുട്ടി രാവിലെ തന്നെ ഇത് എങ്ങോട്ടാ പോയേ? ഈശ്വര, ഒരു സമാധാനവും ഇല്ലല്ലോ. അടുത്തെങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. അതെ, നീ ഒന്ന് വിളിച്ചു നോക്ക്. ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എങ്ങോട്ടെങ്കിലും പോകുന്ന വല്ലതും? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഏടത്തിക്ക് കുറച്ചു ദിവസമായിട്ട് ഒരു മനസമാധാനം ഇല്ലായിരുന്നു. ഇവിടെയുള്ള ആരെങ്കിലും അമൃതേടത്തിയെ ഭീഷണിപ്പെടുത്തോ മറ്റോ ചെയ്തോന്ന് അറിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നത് അമൃതമോളെ വീട് വിട്ടു പോയതായിരിക്കുമെന്നാ. എവിടേക്കോ പോയി വല്ല കടുങ്കയും ചെയ്തു കാണും. ഒന്ന് നിർത്തുന്നുണ്ടോ അപ്പച്ചി? കടുങ്കൈ ചെയ്തു പോലും. ഏട്ടാ, അച്ഛൻ പറഞ്ഞതുപോലെ അമൃതത്തി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും തന്നെ പോയി കാണും. ശ്യാമേ, അമൃതേടത്തിക്ക് എന്താ സംഭവിച്ചത്? അതാ ഞാനും ആലോചിക്കുന്നേ. അമൃതേടത്തി എവിടെ പോയതാന്ന്. ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ശ്യാമ കാരണം അമൃതേടത്തി കുറേ ദിവസമായിട്ട് കണ്ണീര് കുടിക്കായിരുന്നു. ഒന്ന് നിർത്ത്. ഞാൻ പറഞ്ഞില്ലേ, വല്ല കത്തും എഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. അപ്പച്ചി പറഞ്ഞ പോലെ ഇനി കത്തെന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവോ? ഞാൻ എന്താ വരുന്നു, ഒന്ന് മാറി. കൃഷ്ണ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അടുത്ത ഗ്രാമത്തിൽ നിന്ന് തൃപ്പങ്ങോട്ട് ദേവി അഭയവരദായിനിയാ. ദേവിക്ക് ഏത് ദേശക്കാരോടും കാരുണ്യമാണ്. ശരിയാ, അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ വന്നത് ഇവിടെ മാത്രം നടത്തുന്ന ഒരു നേർച്ച നടത്താനാ. എന്റെ അമ്മ എന്റെ ഇളയ അനുജനെ ഗർഭം ധരിച്ചപ്പോ അവന്റെ ശ്രേയസിന് വേണ്ടി നേർന്ന നേർച്ച. ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മ മരിച്ചുപോയി. അത് കാരണം അന്ന് നടത്താൻ സാധിച്ചില്ല. പിന്നെ സൗകര്യങ്ങൾ ഒത്തുവന്നത് ഇപ്പോഴാണ്. ഏയ്, അത് സാരമില്ല. കരുണാമയി അല്ലേ ദേവി, പുറത്തോളും. പൂജ ഏത് നടത്താനാണ് അമ്മ നേർന്നിട്ടുള്ളത്? അത് മഹാമൃത്യുഞ്ജയ ഹോമവും പുനരുജ്ജീവന ആവാഹനവും നടത്തിക്കൊള്ളാന്നായിരുന്നു നേർച്ച. അതെയോ? വളരെ അപൂർവമായി മാത്രം ആൾക്കാർ നേരുന്നതും നടത്തുന്നതുമായ പൂജകളാണല്ലോ അത്. അപൂർവമെന്ന് മാത്രമല്ല, നല്ല ചെലവും വരും അത് നടത്താൻ. ചെലവ് എത്രയായാലും കുഴപ്പമില്ല തിരുമേനി. ഒരു കുറവും വരുത്താതെ പൂജ നടത്തണം, അതാണ് ആവശ്യം. കുറവൊന്നും വരില്ല. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ശാന്തിയായിട്ട് വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. ഈ കാലത്തിനിടയ്ക്ക് ഇവിടെ ആരും ഈ പൂജ നടത്തിയിട്ടില്ല. പണ്ട് തൃപ്പങ്ങോട്ട് തറവാട്ടുകാർ മാത്രമേ ഈ പൂജ നടത്താറുണ്ടായിരുന്നുള്ളൂ. തുടർന്ന് ആര് തന്നെ ഈ പൂജ നടത്തിയാലും അതിന്റെ ഫലത്തിൽ ഒരു പങ്ക് തൃപ്പങ്ങോട്ട് തറവാടിന് ചെന്നു ചേരുമെന്നാണ് പറച്ചില്. പണ്ട് ഒരു സുഭദ്രാമ്മ തൃപ്പങ്ങോട്ടെ അവസാനത്തെ കുടുംബസ്ഥയാ. അവര് ദാ ഇവിടെ ഈ ശ്രീമൂല സ്ഥാനത്ത് മരിച്ചു കിടന്നു എന്നാ നാട്ടുകാർ പറയുന്നത്. അവർക്ക് 3 അനുജത്തിമാരുണ്ടായിരുന്നു. അവരെക്കുറിച്ച് ഇന്നുവരെ ഒരു വിവരവുമില്ല. ഇപ്പോ ആ മേഘനാഥനാണ് എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നതെന്നും കേൾക്കുന്നു. ഞാനും കേട്ടു ചിലതൊക്കെ.
അല്ല, പൂജയുടെ ചടങ്ങുകളൊക്കെ അന്ത്യാകാറാവുമ്പോഴാണ് പൂജ ആരംഭിക്കുക. പൂജയുടെ ഭാഗമായി ദേവിക്ക് കുങ്കുമച്ചാർത്ത് വേണം, പുത്തൻ പട്ടു വേണം. നിവേദ്യത്തിന് കുറഞ്ഞത് 7 സ്ത്രീകളോടൊപ്പമെങ്കിലും പൊങ്കാല വേണം. പറഞ്ഞല്ലോ, ഇതെല്ലാം ഒരുക്കാമെങ്കിലേ എപ്പോ വേണമെങ്കിലും പൂജ നടത്താം നമുക്ക്. ഞാൻ തന്നെ വേണോ ഇതെല്ലാം ഏർപ്പാട് ചെയ്യാൻ? ഏയ് വേണ്ട വേണ്ട, കുട്ടി ഒന്നും അറിയണ്ട. ഇവിടെ ക്ഷേത്രാധികാരി തന്നെ എല്ലാം ശരിയാക്കിക്കോളും. കുട്ടിക്ക് മാറി ഉടുക്കേണ്ട പട്ട് വരെ കയ്യിൽ തരും. അതിനു വേണ്ട ധനം പുറത്തെ ഓഫീസിൽ അടച്ച് രസീത് വാങ്ങിയാൽ മതി. ചെയ്തോളാം. വേറെ നോക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? വേറെ അങ്ങനെയൊന്നുമില്ല. പൂജയെക്കുറിച്ചും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചും കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിലേ തൃപ്പങ്ങോട്ടെ തറവാട് വരെ ഒന്ന് പോയി നോക്കൂ. പിന്നെ സുഭദ്രാമ്മയുടെ സംബന്ധക്കാരാ ഇപ്പൊ അവിടെ താമസക്കാര്. പക്ഷേ പഴയ ജോലിക്കാരെങ്കിലും ഉണ്ടാവും, അവർക്ക് കാര്യങ്ങൾ അറിയാന്നുറപ്പാ. ശരി തിരുമേനി, ഞാൻ വേണ്ടത് ചെയ്തോളാം. ആയിക്കോട്ടെ. സർവമംഗളം ഭവ. എന്റെ ദേവി, തൃപ്പങ്ങോട്ട് തറവാട്ടില് ഇപ്പൊ ആരുമില്ല എനിക്ക്. നോവുന്ന ഓർമ്മകൾ മാത്രം. പക്ഷേ ഈ ദേശത്ത് എനിക്ക് പോകാൻ മറ്റൊരിടമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവൻ താമസിക്കുന്ന സ്ഥലം. ഞാൻ അവിടെ പോകും. പ്രാണനെ പോലെ വിലപ്പെട്ട, പ്രാണനേക്കാൾ പ്രിയപ്പെട്ട ആ മുഖം ഒരിക്കൽ കൂടി എനിക്ക് മുന്നിൽ ഒന്ന് കാണിച്ചു തരണം. ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.